നീലാംബരി. രചന നീലാംബരി. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. അകത്തി ചെന്ന മദ്യത്തിന്റെ കെട്ടുവിട്ട് മാറിയതും കണ്ണു വലിച്ചു തുറന്നാണ് ചൈതന്യ. ചുറ്റും ഇരുട്ട് മാത്രം. മഴയുടെ ഇരുമ്പൽ കേൾക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വല്ലാത്തൊരു ഇടിമുഴക്കവും. അമർച്ചയോടെ കറങ്ങുന്ന ഫാനിന്റെ ഒച്ചയിൽ ചൈതന്യക്ക് മനസ്സിലായി താൻ ഏതോ മുറിയിലാണ് ഉള്ളതെന്ന്. ആ ബോധം വന്നും തൊണ്ട വറ്റി വരളുന്നതറിയെ കട്ടിൽ നിന്നൊന്ന് എഴുന്നേറ്റിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മിന്നിമറയുന്ന മിന്നൽ വെളിച്ചം അഴികൾ പൊട്ടിയ ജനൽ വഴി അകത്തേക്ക് തുളഞ്ഞു കയറുമ്പോൾ ആ വെളിച്ചത്തിൽ തന്നെ മേശയിലായിരിക്കുന്ന ഒരു മൺകൂജ കണ്ണിലുടക്കിയിരുന്നു. അതിനരികിലേക്ക് നടന്നു പോകുമ്പോഴും ചൈതന്യക്ക് തലക്കടിയേറ്റ പോലൊരു അവസ്ഥയായിരുന്നു. വല്ലാത്ത ഭാരം പോലെ, ശരീരം തളരുന്ന പോലെ. ജനലിനടുത്തായിട്ടിരുന്ന മേശമേലിരിക്കുന്ന മൺകൂജയിൽ കൈവച്ച് ഒന്നുയർത്താൻ ശ്രമിച്ചതും ആ മൺകൂജ ഉയരുന്നില്ലെന്ന് മനസ്സിലായ നിമിഷം ഒരിക്കൽ കൂടി മൺകൂജയൊന്ന് നോക്കി ചൈതന്യ. തന്റെ കൈക്ക് തൊട്ടടുത്തായി മറ്റൊരു കൈ കൂജയിൽ പിടിമുറുക്കിയിരിക്കുന്നു. പക്ഷെ ആ കൈ വന്നിരിക്കുന്ന ജനലിന്റെ അഴികൾ പൊട്ടിയ വിടവിലൂടെ പുറത്തുനിന്നാണെന്ന് കാണി ചൈതന്യ വേഗം കൂജയിൽ നിന്ന് കൈകൾ പിൻവലിച്ച് ഒന്ന് രണ്ടടി പിന്നിലേക്ക് ആഞ്ഞുകൊണ്ട് നിലവിളിച്ചു. ഉണ്ണേട്ടാ, എന്താ കേട്ടത്? നിലപ്പിടപ്പോടെ ചുറ്റും നോക്കിയാണ്. അറിയില്ല, ഐ തിങ്ക് ദാറ്റ്സ് എ ഡോഗ് സൗണ്ട്. ജാൻ അതും പറഞ്ഞ് വീണ്ടും നിലയെ തന്റെ ദേഹത്തേക്ക് വലിച്ചടുപ്പിച്ചു. ഉണ്ണിയേട്ടാ. അവന്റെ ചുണ്ടുകൾ തന്റെ കഴുത്തിൽ തീർക്കുന്ന മായാചാരത്തിൽ പിടഞ്ഞു കുറുകിക്കൊണ്ട് തന്നെ അവൾ അവനെ തള്ളി മാറ്റാനൊന്ന് ശ്രമിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് അവൻ അവളുടെ ചെവിയിൽ പല്ലുകൾ അഴുത്തി. വേദനിക്കുന്നു. എരി വലിച്ചുകൊണ്ട് അവൾ ചെവി ഒഴിഞ്ഞു. നിനക്കിതെന്താണ് നില? വെറുതെ മൂട് കളയാൻ. അവളിൽ നിന്നൊന്ന് അകന്നു മാറി മുടിയിൽ നിന്നും മീശയിലേക്കും താടിയിലേക്കും ഒലിച്ചിറങ്ങുന്ന മഴവെള്ളം വലത് കൈയാൽ അമർത്തി തുടച്ചുകൊണ്ട് അവൻ കണ്ണു കൂർപ്പിച്ച് നോക്കിയവളെ. ഉണ്ണിയേട്ടാ, ആ ശബ്ദം അതൊരു പെണ്ണിന്റെ നിലവിളിയല്ലേ? തുളസി പറയാറുണ്ട് രാത്രി സമയങ്ങളിൽ ഇങ്ങനെ ഓരോന്ന് കേൾക്കാറുണ്ടെന്ന്. ആ സമയത്ത് പുറത്തിറങ്ങാൻ പാടില്ല എന്ന്. നമുക്ക് അകത്തേക്ക് പോകാം ഉണ്ണിയേട്ടാ, എനിക്കെന്തൊരു പേടി പോലെ. ചുറ്റുമൊന്ന് കണ്ണോടിച്ചും ഇരുട്ടിലേക്ക് തുറച്ചു നോക്കിയ നില പറയുമ്പോൾ തന്റെ രസച്ചരട് മുറിഞ്ഞ ദേഷ്യത്തിൽ ഇരുടുപ്പിലും കൈകുത്തിയെന്ന് അവൻ അവളെ തുറച്ചു നോക്കി. മിന്നൽ വെളിച്ചത്തിൽ കാണുന്ന അവന്റെ രൂപത്തിൽ നോക്കി അവൾ നിസ്സഹായ ഭാവത്തിൽ പറഞ്ഞു. നോക്കേണ്ട, ബാക്കി പിന്നെ. ഉണ്ണിയുടെ കാരവനിലേക്ക് തിരികെ പോയിക്കോ, ഞാൻ അകത്തേക്ക് പോവാം. അവന്റെ അടുത്തേക്ക് ചെന്നിന്ന് തുറന്നു കിടന്ന അവന്റെ ഷർട്ടിന്റെ ബട്ടണുകൾ ഓരോന്നായി പിടിച്ചിട്ടുകൊണ്ട് നില പറയുമ്പോൾ അരയിലൂടെ കൈ ചുറ്റി അവനവളെ വലിച്ചടുപ്പിച്ചു. അതെ, നമുക്ക് നിന്റെ റൂമിലേക്ക് പോയാലോ? മുല്ലപ്പടർപ്പുകൾക്ക് മുകളിലേക്ക് വിരൽ ചൂണ്ടി ജാൻ ചോദിക്കുമ്പോൾ അവൾ അവനെ തള്ളി മാറ്റാൻ ഒരു ശ്രമം നടത്തി. അയ്യടാ, ആ ഡോക്ടർ നമ്പൂരി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ഈ തറവാട്ടിൽ വെച്ച് വേണ്ടാത്തൊന്നും പാടില്ല കേട്ടോ. ഇപ്പൊ തന്നെ കേട്ടില്ല ആ ശബ്ദം. അതൊക്കെ നല്ലതിനല്ല ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടനറിയോ ഇപ്പൊ നമ്മൾ ആരൊക്കെ കാണുന്നുണ്ടാവുന്ന്? അന്ന് ഡോക്ടർ നമ്പൂരി പറഞ്ഞതാ, മരിച്ചുപോയവരുടെ ആത്മാക്കൾ നമുക്ക് ചുറ്റും വന്ന് നമ്മളെ നോക്കി നിൽക്കുന്നു. വലിയതെന്തോ പറഞ്ഞു പഠിപ്പിക്കും പോലെ നീലാംബരി അവരോട് പറയുമ്പോൾ അവൻ കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ചൊന്ന് ചിരിച്ചു. എന്റെ നില, നീ. അവൻ ചിരിക്കുമ്പോൾ ആ ചിരിയിലേക്ക് നോയിക്കൊണ്ട് തന്നെ അവന്റെ ഷർട്ടിന്റെ ബട്ടണുകളിൽ ഒന്നിനെ വിരൽ കൊണ്ടൊന്നൊഴിഞ്ഞ നീലാംബരി. ശേഷം അവന്റെ നെഞ്ചിലെ രോമക്കാടുകൾക്കിടയിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന തന്റെ ഏലസിലൊന്ന് തൊട്ടതും ചെക്കന കയ്യിലൊന്നടിച്ചു. കളിയാക്കണ്ട, ഞാൻ പറഞ്ഞ സത്യം. വിശ്വാസമില്ലെങ്കിൽ എന്നെ എന്റെ പാടിനെ വിട്ടിട്ട് പോയി കിടന്നുറങ്ങാൻ നോക്ക്. അവൻ ചുറ്റും നോക്കി. ആകെ ഇരുട്ടാണ്. തന്റെ താടിത്തുമ്പോളം മാത്രമേ പെണ്ണിന് ഉയരമുള്ളൂ. അവളുടെ നോട്ടം ഷർട്ടിന്റെ തുറന്നിട്ട ബട്ടണുകൾക്കിടയിൽ കാണുന്ന തന്നെ നെഞ്ചിലേക്കാണ്. എപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. അവന്റെ ഉള്ളിൽ കുറുമ്പ് നിറയുന്ന അവൾ അറിഞ്ഞതുമില്ല. നീ പറഞ്ഞ സത്യ. ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. ഞാനിങ്ങനെ നിന്നെ ചേർത്തു പിടിക്കുമ്പോ എന്റെ ഈ കൈകൾ കൂടാതെ വേറെ കുറെ കൈകൾ വന്ന് നിന്നെ ഇങ്ങനെ പിടിക്കുന്നു. ദി ഹാൻഡ്സ് ഓഫ് സം ഗോസ്റ്റ്സ്. വല്ലാത്തൊരു താളത്തിൽ അവൻ പറയുമ്പോൾ നിലപുരികം ചുളിച്ചുകൊണ്ട് ചുറ്റും നോക്കിയ ശേഷം പേടിയോടെ അവനോട് ചേർന്ന് നിന്നു. ഞാൻ നിന്റെ ഈ ചുമന്ന് തൊടുത്ത ചുണ്ടനിങ്ങനെ കടിച്ചെടുത്ത് സ്മൂത്ത് ചെയ്യുമ്പോണ്ടല്ലോ. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ ചുണ്ടിനെ കടിച്ചെടുത്തൊന്ന് നുണഞ്ഞു. അവളുടെ കാതിനായി പതിയെ പറഞ്ഞു, ഇങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ ഇവിടുത്തെ പ്രേതങ്ങളെല്ലാം കൂടി വന്ന് അവന്റെ ചുംബനത്തിലും അവന്റെ ശബ്ദത്തിലും വിവശയായി അവൾ ചോദിച്ചു. വന്നിട്ട് ഈ കാതിലിങ്ങനെ പറയും. അവനും അതുപോലെ പറഞ്ഞു. അവൾ ചോദിച്ചുകൊണ്ടിരുന്നു, അവർക്ക് നമ്മുടെ ബാക്കി റൊമാൻസ് കൂടി കാണണമെന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയോ? നേർത്ത സ്വരത്തിൽ അവൻ ചോദിക്കുന്നതിനോടൊപ്പം അവളുടെ ഇടത്തേക്ക് അതിനെ നാവാലൊന്ന് തഴുകി. ഉയർന്നു പൊന്തി അവൾ അവനെ മുറുകെ ചുറ്റി പിടിച്ചുകൊണ്ട് ബാക്കി കേൾക്കാനെന്ന പോലെ ഒന്ന് മൂളി. എന്ത് ചെയ്യും? നിന്നെ ഞാൻ എൻ്റെ ഈ കൈകളിൽ ഇങ്ങനെ കോരിയെടുത്ത്
ഞാൻ നിന്നെ നിന്റെ റൂമിലേക്ക് കൊണ്ടുപോകും. പിന്നെ I will see every inch of your body. I want to touch it, kiss it, and then I want to taste it. കാതിൽ രഹസ്യമായി അവൻ പറയുമ്പോൾ ശരീരം തളരുന്ന പോലെ അവൾക്ക് തോന്നി. കേട്ടതിന്റെ തീവ്രതയിൽ അവന്റെ ഇടത്തെ മാറിൽ അവൾ പല്ലുകൾ ആഴ്ത്തുമ്പോൾ വായിലൂടെ ഒന്ന് ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് തന്നെ അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് മുഖമുയർത്തി വിടർന്നു നിൽക്കുന്ന പെണ്ണിന്റെ ചുണ്ടുകളെ മൊത്തമായി വായിലാക്കിയിരുന്നു. ആ സമയം തന്നെ അവന്റെ ഷർട്ടിലും മാലയിലുമായി അവൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവനിലേക്ക് അമർന്നു. ചൈതന്യം നോക്കി നിൽക്കെ തന്നെ അറ്റം പൊട്ടി വികൃതമായ നഖങ്ങളുള്ള നീലിച്ച വെളുപ്പ് നിറമാർന്ന കൈമല്ലെ കൂജയിൽ നിന്ന് വേർപെട്ട് അഴികൾക്കിടയിലൂടെ പുറത്തേക്ക് പോയി. കണ്ണുകൾ മുറുക്കി അടച്ച് ചൈതന്യം കട്ടിലേക്ക് നോക്കി. മൂടി പുതച്ചാരോ കിടക്കുന്നുണ്ട്. ആവണിയെ കണ്ട ആശ്വാസത്തിൽ ചൈതന്യ വേഗം തന്നെ കട്ടിൽ പോയി കിടന്നു. താൻ കുടിച്ച മദ്യത്തിന്റെ ലഹരിയാവും തന്റെ കാഴ്ചയിൽ ഇങ്ങനെയൊക്കെ തോന്നിപ്പിക്കുന്നോർത്ത് ചൈതന്യം തിരിഞ്ഞെടുക്കുമ്പോൾ ജനൽ വഴി ആ കൈ വീണ്ടും വന്നാലോ എന്നുള്ള ഭയം കാരണം ജനലിന് അഭിമുഖമായി തന്നെ അവൾ കിടന്നു. പെട്ടെന്നാണ് പുറകിൽ കിടന്ന ആവണി എന്ന് അനങ്ങിയത്. തന്റെ തൊട്ടുപുറകിൽ തൊട്ടില്ലെന്ന പോലെ ആവണി വന്ന് കിടക്കുന്ന ചൈതന്യം അറിയുന്നുണ്ടായിരുന്നു. ഒരു ദീർഘനിശ്വാസം എടുത്ത് കണ്ണുകൾ അടച്ച നിമിഷം വായിലൂടെ ശ്വസിക്കുന്ന പോലെ ഒരു ശ്വാസോച്ഛ്വാസം താളത്തിൽ കേട്ടതും ചൈതന്യ കണ്ണുകൾ വെട്ടി തുറന്നു. ഇടയ്ക്കെപ്പോഴും ആ നിശ്വാസത്തിന്റെ കൂടെ തൊണ്ടയിൽ നിന്നെന്ന പോലെ വളരെ നേർത്തൊരു ശബ്ദം കൂടി കേട്ടതും ചൈതന്യ വേഗത്തിൽ ചാടി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് വന്നൊരു മിന്നലിന്റെ വെളിച്ചത്തിൽ കട്ടിൽ ശൂന്യമാണെന്നറിഞ്ഞ നിമിഷം ചൈതന്യ ഇരുകൈകളും ചെവിക്കുമേൽ വെച്ച് ഉറക്കാറ്. ഇതേ സമയം ആവണി ഗോവണിപ്പടിക്ക് മുകളിൽ നിൽക്കുകയായിരുന്നു. കയ്യിൽ കരുതിയ എണ്ണയുടെ ബോട്ടിൽ നീലാംബരിയുടെ മുറിക്ക് പുറത്തും ഗോവണിക്ക് മുകളിലുമായി ഒഴിച്ച ശേഷം സ്വയം ചിന്തിച്ചു. ഞാൻ എന്തൊരു മണ്ടിയ, അവളുടെ മുറിക്ക് പുറത്തും ഗോവണിയിൽ മാത്രം ഒഴിച്ചാൽ അവളാണ് ടാർഗറ്റ് എന്നുള്ള കാണുന്നവർക്ക് മനസ്സിലാവില്ലേ? പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവിടെ കണ്ട 1-2 മുറികളുടെ വാതിലിന് പുറത്തു കൂടി എണ്ണ ഒഴിച്ചു. എല്ലാം കൂടി ഒരുമിച്ച് വീണ് തൊലയട്ടെ. കുറച്ച് ലോക്കൽ പരിപാടിയായി പോയി. മുംബൈയിൽ നിന്ന് ഉശിരുള്ള ടീമിനർക്കികൾക്ക് അറിയാനിട്ടല്ല ഈ ആവണിക്ക്. പക്ഷെ സമയം തീരെയില്ല. ആദ്യം കണ്ണീർ സീരിയൽ ഐറ്റം തന്നെ പരീക്ഷിക്കാം. അത് കഴിഞ്ഞ് പതിയെ എൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് തന്നെ തിരികെ വരാം പറഞ്ഞുകൊണ്ട് ബാക്കി വന്ന എണ്ണ ഗോവണിക്ക് മുകളിലായി ഒഴിച്ച ശേഷം മെല്ലെ അടുത്ത ഗോവണിപ്പടിയിലേക്ക് കാലുവച്ചതും പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കാണുന്നത്. 4 കെട്ടിന്റെ നടുമുറ്റത്തേക്ക് കാലിറക്കിയിട്ട് പിന്നിലേക്ക് ചായ്ഞ്ഞുകൊണ്ട് ഇരുകൈയും പുറകിൽ കുത്തിയൊരു പെൺകുട്ടി ഇരിക്കുന്നു. നീലാംബരി അല്ലേ അത്? ആവണിയൊന്ന് സൂക്ഷിച്ചു നോക്കി. നടുമുറ്റത്ത് മാത്രമാണ് അല്പം വെളിച്ചമുള്ളത്. പോരാത്തതിന് മഴ പെയ്തിറങ്ങുന്നുമുണ്ട്. ദേഹമാക്കുമ്മായം വാരി പൂശ പോലൊരു വെണ്മയാണ് അവളുടെ ശരീരത്തിന്. വെളുത്ത ആവണിയാണ് വേഷം. ഒന്ന് സംശയിച്ചുകൊണ്ട് 1-2 പടികൾ കൂടി ആവണി ഇറങ്ങിയ നിമിഷം അവളെ കണ്ടെന്ന പോലെ ആ രൂപം തലയരിച്ച് അവളെ നോക്കി. പിന്നെ നിവർന്നിരുന്നുകൊണ്ട് മുന്നിലേക്കൊന്ന് ആഞ്ഞുകൊണ്ട് നോക്കി. പിന്നെ ആ രൂപത്തിന് ഒരു അനക്കവുമില്ല. വല്ലാത്തൊരിരുത്തം. ആവണിക്ക് ഇരുകാലുകളും മരവിക്കും പോലെ തോന്നി. ശരീരം തളരുന്ന പോലെ. പണ്ട് മുംബൈയിൽ താൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിന് ഓപ്പോസിറ്റുള്ള ഒരു ഫ്ലാറ്റിൽ ഒരു തൂങ്ങിമരണം നടന്നതിന് ശേഷം ഏറെക്കാലം അടച്ചിട്ടതും പിന്നെ അതിനുള്ളിൽ നിന്ന് നിഴൽപ്പുള്ള രൂപങ്ങൾ മറ്റു ഫ്ലാറ്റിലുള്ളവർ കണ്ടെന്ന കഥ പരന്നതൊക്കെ ആവണിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന നിമിഷം ഭയത്തോട് ഗോവണിയിലായി അവൾ ഇരുന്നു പോയി. ആ സമയമാണ് ചൈതന്യയുടെ ആദ്യത്തെ നിലവിളി കേൾക്കുന്നത്. അപ്പോഴും നടുമുറ്റത്തുള്ള രൂപം തന്നെ നോക്കിയിരിപ്പാണെന്ന് കാണെ ആവണിക്ക് അനങ്ങാൻ പോലും കഴിയാതെയായി. കുറെ സമയം അങ്ങനെ തന്നെ ഇരുന്ന ശേഷമാണ് ചൈതന്യയുടെ അടുത്ത നിലവിളി കേൾക്കുന്നത്. അപ്പോഴേക്കും താഴെയുള്ള മുറിയാരോ തുറക്കുന്നതും ചുറ്റും വെളിച്ചം പരക്കുന്ന ആവണി കണ്ടു. നടുമുറ്റത്തേക്ക് നോക്കുമ്പോൾ അവിടെ ആ രൂപമില്ല. പിന്നൊന്നും നോക്കിയില്ല. ആവണി ഗോവണിപ്പടികൾ വേഗത്തിൽ ഇറങ്ങി ഓടിയ നിമിഷം അവസാനത്തെ പടി കാണാതെ മുഖമടിച്ച് നിലത്തേക്ക് വീണു. ആ കിടപ്പിൽ കിടന്ന് 4 കെട്ടിന്റെ ഭാഗത്തേക്ക് നോക്കി ആവണി ഞെട്ടിയുറച്ചു പോയി. ദാവണി ഷോള് വലിച്ചിഴച്ചുകൊണ്ട് 4 കെട്ടിലെ ആ വാതിൽ കടന്നുള്ളിലേക്ക് പതിയെ പോകുന്ന ഒരു സ്ത്രീ രൂപം. പോകുന്ന വഴിയിൽ അത്രയും വെള്ളമാണ്. വലവിധനെ ആവണി മുറിയിലേക്ക് ഓടിയെത്തിയതും അലറിക്കൊണ്ട് പുറത്തേക്ക് വരുന്ന ചൈതന്യയാണ് കാണുന്നത്. ഏയ് നിക്കടോ! ജാനെ തള്ളി മാറ്റി ഓടാൻ തുനിഞ്ഞവളെ ജാൻ കൈക്ക് പിടിച്ച് നിർത്തി. ഈ കോലത്തിലാണോ നീ അകത്തേക്ക് പോകുന്നത്? എനിക്ക് മാത്രം കാണണമെന്ന് പറഞ്ഞൊക്കെ നീ എല്ലാവരെയും കാണിക്കുമല്ലോ. അപ്പോഴാണ് അവൾ സ്വയം ദേഹത്തേക്കും നോക്കുന്നത്. ദേഹത്തു നിന്നും ദാവണി ഷോള് പൂർണ്ണമായും മാറി ഒരു വശത്തേക്ക് നനഞ്ഞൊട്ടി കിടക്കുന്നു. വേഗം തന്നെ അവളൊന്ന് വിടർത്തിയിട്ടു. ഈ കോലത്തിൽ ഇപ്പൊ നീ അകത്തേക്ക് പോയാ അവിടെയുള്ളവരോട് നീ എന്തു പറയും? പറഞ്ഞേ, ഞാനൊന്ന് കേൾക്കട്ടെ. ജാൻ നീലാംബരിയോട് ചോദിക്കുമ്പോൾ അവൾ ആകെ ആശയക്കുഴപ്പത്തിലായി. ശരിയാണോ? മുന്നിലെ വാതിൽ തുറന്നിടക്കുകയാണ്. ഏതൊക്കെയോ മുറികൾ ലൈറ്റ് തെളിയുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ കേട്ട ആ ശബ്ദം കേട്ടുണർന്നവരാവും ലൈറ്റ് തെളിയിച്ചിട്ടുണ്ടാവുക. ആ സമയത്ത് താൻ പുറത്തിറങ്ങിയാൽ എല്ലാവരും അറിയും. ചോദിക്കുന്നവരോട് എന്ത് പറയാനാണ്? ബാത്റൂമിൽ പോകുമ്പോൾ പോലും തുളസിയുടെ കൂട്ടിലാ താൻ പോവാറില്ല. അതും അടുക്കള വാതിൽ വഴിയാണ് പോവാറ്. ഇപ്പോൾ എല്ലാവരും താൻ ഉണ്ണിയേട്ടന്റെ കൂടെ ആയിരുന്നു എന്ന് സംശയിക്കും.
അമ്മയുടെ മുഖത്ത് താൻ എങ്ങനെ നോക്കും? അവൾക്ക് ഓർത്തിട്ട് പേടിയായി. മുല്ലപ്പടപ്പിൽ തൂക്കിയിട്ടിരിക്കുന്ന ജാക്കറ്റ് ജാൻ കയ്യിലെടുക്കുമ്പോൾ അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവളുടെ അടുത്തേക്ക് നടന്നു വന്ന ആ ജാക്കറ്റ് അവൾക്ക് ഇട്ടുകൊടുക്കുമ്പോൾ അവന്റെ നോട്ടം ഭയന്ന് നിൽക്കുന്നവളിൽ മാത്രമായിരുന്നു. ഇങ്ങനെ പേടിച്ചാലോ വേണ്ടേ? ഞാനില്ലേ, ആര് ചോദിച്ചാലും പറഞ്ഞേക്കണം എന്റെ ഉണ്ണിയേട്ടനെ കാണാൻ പോയതാണെന്ന്. പറയോ? അവളൊരു ഞെട്ടലോടെ അവരെ നോക്കി. അതാണ് തന്റെ ഭയവും എന്നവൾ ഓർത്ത്. പറഞ്ഞില്ല, പറയോ ഞാൻ വിളിച്ചിട്ട് ഇറങ്ങി വന്നാണെന്ന്? അവൾ ഇരുതോളിലും പിടിമുറിക്കാവൻ അവളുടെ മുഖത്തേക്ക് മുഖം കുനിച്ചുകൊണ്ട് ചോദിച്ചു. പറഞ്ഞ എല്ലാവരും എന്നെ... അവൾക്ക് സങ്കടമാണ്, നാണക്കേടാണ്. അവൻ അവളുടെ തോളിൽ കൈ ചുറ്റി ചേർത്ത് പിടിച്ച്. നോക്ക്, ഇപ്പൊ ഉണ്ടായ അവസ്ഥ നിനക്കിനി ഉണ്ടാവില്ല, പോരെ? മാരേജ് കഴിയാതെ ഞാൻ നിന്റെ വിരൽ പോലും തൊടില്ല. ഇന്ന് ഞാൻ ഈ നിമിഷങ്ങൾ ഒത്തിരി കൊതിച്ച് നേടിയതാ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, നീ ഒറ്റയ്ക്ക് പോയാലല്ലേ എല്ലാവരുടെയും ചോദ്യങ്ങളുണ്ടാവും. കൂടെ ഞാൻ കൂടി വന്നാലോ? ചോദിക്കാൻ വരുന്നവർക്കുള്ള മറുപടി ഈ ജാൻ കൊടുക്കും. അവസാനം പറഞ്ഞ വാക്കുകൾക്ക് വല്ലാത്ത ഉറപ്പുണ്ടായിരുന്നു. നെഞ്ചിലെ കല്ലിറങ്ങിയ പോലെ തോന്നി നീലാംബരിക്ക്. എന്തിനും തയ്യാറായി ആണൊരുത്ത നെഞ്ചും വിരിച്ച് മുന്നിൽ നിൽക്കുമ്പോൾ താൻ ആരെ ഭയക്കണമെന്ന് അവൾക്ക് തോന്നിപ്പോയി. ചാരിയിട്ട വാതിൽ തുറന്ന് നീലാംബരി അകത്തേക്ക് നോക്കിയതും കണ്ടു കൂട്ടം കൂടി നിൽക്കുന്ന മായയും ലാവണ്യയും കൽപ്പനയും. അവരിൽ നിന്നും വിട്ടുമാറി പരസ്പരം കെട്ടിപ്പിടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്ന ചൈതന്യയും ആവണിയും. ശരിയാണ്, പുരുഷന്മാരെല്ലാം വെള്ളമടിച്ച് ബോധമില്ലാതെ ഉറക്കമാവും. പുറത്തുനിന്നും നനഞ്ഞു കുതിർന്ന് ദാവണിക്ക് മുകളിൽ ഒരു കറുത്ത ജാക്കറ്റ് ധരിച്ച് കയറി വരുന്ന നീലാംബരിയെ പ്രേതത്തെ കണ്ട പോലെ എല്ലാവരും ഉറ്റുനോക്കി. ദേ നോക്ക്, ഈ നാസ്തയാവും നിങ്ങൾ കണ്ടത്. നീലാംബരിയെ ചൂണ്ടി കൽപ്പന പറയുമ്പോൾ ആവണിയും ചൈതന്യം ഒരുപോലെ നിലയെ തുറച്ചു നോക്കി. തങ്ങളൊരു സ്ത്രീ രൂപം കണ്ട് ഭയന്നു എന്നുള്ളത് ആവണിയും ചൈതന്യം കൽപ്പനയോട് പറഞ്ഞിരുന്നു. ശരിയാണ്, നീലാംബരി തങ്ങളെ മനഃപൂർവ്വം ഭയപ്പെടുത്തിയാവണമെന്ന് ഇരുവരും മനസ്സിൽ ഉറപ്പിച്ചു. നീലാംബരി നോക്കിയത് സ്വന്തം മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്ന തുളസിയാണ്. അവളുടെ മുഖം അപമാനത്താൽ കുനിഞ്ഞു. പുറത്തുനിന്ന് അകത്തേക്കേറിയ നീലാംബരിയെ തുളസിയുടെ ഞെട്ടലോടെ നോക്കി. നീ പെരുമഴത്ത് വാതിലും തുറന്ന് മരത്തിയിട്ട് ആരെ കാണാൻ പോയതാടി? തള്ളക്ക് മോൾക്ക് രാത്രി സഞ്ചാരം കൂടുതലാ, വരുത്തന്മാര് കുറെ വന്നിട്ടുണ്ടല്ലോ. കൽപ്പന പറഞ്ഞതും നീലാംബരിയുടെ പുറകിൽ നിന്നും കേട്ടു ഉറച്ചൊരു സ്വരം. നീലാംബരി ആരെ കാണാനാണ് പോയതെന്ന് മിസ്സിസ് ശശിധരൻ അറിയണോ? മുന്നിലേക്ക് വന്ന് വാതിൽക്കൽ നിന്നുകൊണ്ട് ഇരു കൈകളും ഉയർത്തി കട്ടിളപ്പടിയുടെ മുകളിലായി പിടിമുറുക്കി ജാൻ ചോദിക്കുമ്പോൾ ഒരു പകപ്പോടെ കൽപ്പന അവനെ നോക്കി. അയ്യോ സാറേ, അത് ഈ രണ്ട് പിള്ളേരെന്തോ കണ്ട് നിലവിളിച്ചു, അതാ ഞാൻ. നോക്കുമ്പോ നീലാംബരി പുറത്തുനിന്ന് കയറി വരുന്നു. ആ സമയത്ത് പുറത്തിറങ്ങിയത് എന്തിനാന്നാ ഞാൻ ചോദിച്ചത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. കൽപ്പന നിന്ന് വിക്കി. ആ സമയത്ത് നീലാംബരി പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഞാൻ വിളിച്ചിട്ടായിരിക്കും. എന്നെ കാണാൻ ഇവിടെ വന്ന്. ഇനി എന്തിനാന്നറിയണ ആർക്കെങ്കിലും? നില, റൂമിലേക്ക് പോയിക്കോ. ചേഞ്ച് ഔട്ട് ഓഫ് ദീസ് വെറ്റ് ക്ലോത്ത്സ് ആൻഡ് സ്ലീപ്പ് വെൽ. പിന്നെ നാളെ നിങ്ങളെ പിക്ക് ചെയ്യാൻ മാൻഷനിൽ നിന്ന് കാർ വരും. ഈവനിങ് റെഡിയായി നിൽക്കണം. ഞാൻ രാവിലെ തിരികെ പോകും. അതുവരെ എൻ്റെ ഗാർഡ്സ് ഇവിടെ ഉണ്ടാവും. സോ ഡോൺ വറി, മനസ്സിലായോ? ഒന്ന് മൂളിക്കൊണ്ട് നീലാംബരി ഗോവണി കയറിയതും ആവണിക്ക് നെഞ്ചിരിപ്പ് കൂടി. അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു നിന്നു. പക്ഷെ വിചാരിച്ച പോലെയൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആവണി ഒഴിച്ച എണ്ണ നില കണ്ടതുമില്ല. ആവണിക്കൽപ്പം ആശ്വാസം തോന്നി. എന്തായാലും നീലാംബരി രാവിലെ കെണിൽ വീഴുമെന്ന് ആവണി ഉറപ്പിച്ചു. നീലാംബരി ഗോവണി കയറി പോകുന്നതും മുറിയിൽ കയറി വാതിലടച്ച് കുറ്റിയിടുന്ന ശബ്ദവും കേട്ടതിന് ശേഷമാണ് ജാൻ പുറത്തേക്ക് പോയത്. പോകുമ്പോൾ എല്ലാവരെയും അവനൊന്ന് ഇരുത്തി നോക്കി. ആവണിയും ചൈതന്യയും പിന്നീട് തങ്ങിയത് കാരവാനിലാണ്. തങ്ങൾക്കുണ്ടായ അനുഭവം പരസ്പരം പങ്കുവെക്കുമ്പോൾ നീലാംബരിയെ കുരുക്കാൻ എണ്ണയൊഴിച്ച കാര്യം കൂടി ഇരുവരും ചർച്ച ചെയ്തു. നീലാംബരി തന്നെ ഭയപ്പെടുത്തി തള്ളിയിട്ട കാര്യം ആവണി പറയുമ്പോൾ ആവണിയുടെ നീരുവെച്ച് വീർത്ത ചുണ്ടും മൂക്കും നോക്കി ചൈതന്യ മനസ്സിൽ പൊട്ടിച്ചിരിച്ചു. ഭാഗ്യം, അവള് വീണ് നടുകൂടിയതിനു മുമ്പ് നമ്മളിവിടുന്ന് പോവുമല്ലോ. അപ്പൊ ആ പഴി ഇവിടെയുള്ള മറ്റു സ്ത്രീകളെ തലയിലായിക്കോളൂ. എനിക്കതൊന്ന് കാണായിരുന്നു ആവണി. ഇനി അവളാണോ മറ്റേരെങ്കിലാണോ വീഴുന്നെന്ന് ആർക്കറിയാം? ചൈതന്യ പറയുമ്പോൾ ആവണി ഒന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞു. മുകളിലുള്ള അവളും കാവ്യ അവളുടെ അമ്മയും മാത്രമാണ്. 3 മുറിയുടെ വാതിലിൽ കൂടി ഞാൻ എണ്ണഴിച്ചിട്ടുണ്ട്. അവരിൽ ആര് വീണാലും കല്യാണം മുടങ്ങും. സ്റ്റെയറിൽ നിന്ന് വീണില്ലെങ്കിൽ മുറിക്ക് പുറത്ത് നടുവും തല്ലെങ്കിലും വീഴുമല്ലോ. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? ആവണി എന്തോ വലിയ കാര്യം ചെയ്ത പോലെ പറയുമ്പോൾ ചൈതന്യ മനസ്സിലായി. ആവണിയെ മണ്ടിയായി മുദ്രൂത്തി പുച്ഛിച്ചു. എങ്കിലും കട്ടിൽ തന്റെ അരികിലായി കിടന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റോടാൻ മാത്രം നീലാംബരിക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് ചൈതന്യക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലായില്ല. എന്നും വെളുപ്പിന് 5 മണിക്ക് എഴുന്നേൽക്കാറുള്ളതാണ് ഭദ്ര. പക്ഷെ ഇന്നത്തെ ദിവസം അല്പം വൈകിയിരുന്നു. സൂര്യകിരണങ്ങൾ കണ്ണിൽ പതിക്കുമ്പോൾ ഒരു പിടപ്പോടെ ചാടി എഴുന്നേറ്റു അവർ. തന്റെ അമ്മയെ ചികിത്സക്കായി ആശുപത്രിയിലേക്ക് മാറ്റാനിരുന്ന ദിവസമായിരുന്നു ഇന്ന്. പക്ഷേ നീലാംബരിയുടെ വിവാഹം കൂടി കഴിഞ്ഞതിന് ശേഷം ആകാമെന്ന് ഭാർഗവൻ നായർ തന്നെ തീരുമാനമെടുത്ത കാര്യം ഭദ്ര ഓർത്തു. ശരിയാണ്, ഒരു വിവാഹമാകുമ്പോൾ അതിൻ്റെതായ തിരക്കുകളുണ്ടാവും. തനിക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലെങ്കിലും അച്ഛൻ എന്തൊക്കെയോ മനസ്സിൽ കണക്കൂട്ടിയിട്ടുണ്ടെന്ന് ഭദ്ര ഓർത്തു. ജനിച്ചതിൽ പിന്നെ ഈ നാട് വിട്ടെങ്ങും പോയിട്ടില്ല. എന്തിന്? തറവാടും അമ്പലവും ആശുപത്രി സ്കൂളുമല്ലാതെ മറ്റൊരിടത്തും പോയിട്ടില്ല.
ആ താനാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് പോവാൻ പോകുന്നത്. അതും തന്നെ മകള് കാരണം. പോവാനൊരു താല്പര്യം ഉണ്ടായിട്ടല്ല, മനസ്സിൽ കുറ്റബോധവും പേറി ഒരിക്കലും ആ പടി ചവിട്ടാൻ പാടില്ലാത്തതാണ്. പക്ഷേ സ്വന്തം മകളുടെ വിവാഹത്തിന് ഒരു അമ്മ ഇങ്ങനെ പങ്കെടുക്കാതിരിക്കും? പലവിധ ചിന്തകളുമായി ഭദ്ര മുറി വിട്ടിറങ്ങി. വാതിൽ തുറന്ന് കട്ടിളപ്പടി മറികടന്ന് മുന്നോട്ട് പോകെ തന്റെ മകളുടെ മുറി അപ്പോഴും അടഞ്ഞുകിടപ്പാണെന്ന് ഓർത്തുകൊണ്ട് ഒരു പുൻചിരിയുമായി കോവിനിറങ്ങിയ നിമിഷം നിലത്ത് തണുത്തുറഞ്ഞു കിടക്കുന്ന എണ്ണയിലേക്ക് കാൽ വെച്ചു. ആ നിമിഷം തന്നെ ഭദ്ര തെന്നി വീണിരുന്നു. ഭദ്ര ഒരു നിലവിളിയോടെ ഗോവണിപ്പടികളിൽ നിന്ന് ഉരുണ്ട് നിലത്തേക്ക് വീണു. രാവിലെ പ്രാതലിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു തുളസി. മഴ തോർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഭദ്ര വീഴുന്ന ശബ്ദവും നിലവിളിയുമൊക്കെ ഉച്ചത്തിൽ കേൾക്കാൻ കഴിയുമായിരുന്നു. ആ നിമിഷം തന്നെ തുളസി അടുക്കളയിൽ നിന്ന് ഓടിപ്പടഞ്ഞു വന്നിരുന്നു. അയ്യോ കുഞ്ഞെ, എന്റെ ദേവിയെ, വീണല്ലോ കുഞ്ഞെ നീ. ഒമ്മറത്ത് ചാരുകസേരയിരുന്ന ഭാർഗവൻ നായരും ആവുന്നത്ര വേഗത്തിൽ ഓടിക്കിതച്ചുകൊണ്ട് എത്തിയിരുന്നു. ഇരുവരും ചേർന്ന് ഭദ്രയെ താങ്ങി പിടിച്ച് ഗോവണിയുടെ അവസാന പടിയിലായി ഇരുത്തി. താഴെ മുറിയിലുണ്ടായിരുന്നവർ ഓരോരുത്തരായി കഥ തുറന്ന് വരാൻ തുടങ്ങി. കൽപ്പനയും മായോ ആദ്യം തന്നെ എത്തിയപ്പോൾ തൊട്ടുപിറകിലായിട്ടാണ് ലാവണ്യ എത്തിയത്. ഭദ്രയുടെ നെറ്റി മുറിഞ്ഞ് ചോര ഒലിച്ചിറങ്ങാൻ തുടങ്ങി. വലതുകാൽ നീട്ടിവെച്ച് ഭദ്ര വേദന കൊണ്ട് പൊളഞ്ഞു. തുളസി, എന്റെ കാലുളുക്കിയെന്നാ തോന്നുന്നു. കണ്ണു ചുളുക്കി വേദന കടിച്ചമർത്തി ഭദ്ര പറയുമ്പോൾ ഭദ്ര നീട്ടിവെച്ച വലതുകാലിലേക്ക് തുളസിയും ഭാർഗവൻ നായരും ഒന്ന് നോക്കി. കണങ്കാലിൽ ചതവുണ്ട്. കണ്ടു കാണും മുന്നേ നീര് വെച്ച് വരുന്നുണ്ട്. തുളസി അവിടേക്കും തൊട്ടും ഭദ്ര നിലവിളിച്ചു പോയി. അയ്യോ കുഞ്ഞെ, ഇത് ഉൾക്കാണെന്ന് തോന്നില്ല. പൊട്ടലോ മറ്റോ ഉണ്ടെന്നാ തോന്നുന്നു. നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. ഞാൻ ഓട്ടോ വിളിക്കാം, വേഗം പുറപ്പെടാൻ ഒരുക്കോളൂ. അതും പറഞ്ഞ് ഭാർഗവൻ നായർ ധൃതിയിൽ മുറിയിലേക്ക് പോയി. തന്റെ മുറിയിലേക്ക് വേഗത്തിൽ പോകാനിറങ്ങിയ തുളസിയെ ഭദ്ര വിളിച്ചു. തുളസി, മുകളിൽ നിലത്തായിട്ട് എണ്ണയുണ്ട്. കുട്ടികൾ എഴുന്നേറ്റ് വരാൻ സമയമായി. ഒന്ന് പോയി വിളിച്ചുണർത്തി അവരെ അറിയിക്കോ? ഭഗവതി, ആരാ കുഞ്ഞെ കടും കൈ ചെയ്തത്? എണ്ണ എങ്ങനെയാ മുകളിൽ വരുന്നേ? തുളസി വേഗത്തിൽ ഗോവണിയേറി മുകളിലേക്ക് പോയി. തുളസി, സൂക്ഷിച്ച് പോണേ. ശ്രീനി, ഡോക്ടർ എന്ത് പറഞ്ഞോ? കാലിലെ പ്ലാസ്റ്റർ മാറ്റിയ ശേഷവും വേദന കുറയാത്തതിനാൽ മേനോൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയതാണ് ശ്രീനിവാസനും ഭാര്യ മാധവിയും. വേറെ കാര്യമായിട്ടൊന്നുമില്ല ശിവ, കഴിഞ്ഞ ആഴ്ചയിലെ പ്ലാസ്റ്റർ എടുത്തത്. വേദന ഉണ്ടാവുമെന്ന് പറഞ്ഞു. അല്ല, നീ സ്ത്രീയെ കാണാനെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ വന്ന്, എന്നിട്ട് കണ്ടോ? ശ്രീനിവാസൻ ശിവനാഥ മേനോനോട് ചോദിച്ചു. കണ്ടില്ല, അവള് റൗണ്ട്സിലാ. എന്നോടൊരിടത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നീലാംബരി മോൾക്ക് വേണ്ടപ്പെട്ടൊരു ടീച്ചറുണ്ട്. അവരുടെ ഭർത്താവ് ഇവിടെ അഡ്മിറ്റാ. ടീച്ചറോട് സംസാരിച്ചിരിക്കുന്ന സമയം കൊണ്ട് വരാമെന്നാ ശ്രീ പറഞ്ഞു. നമ്മൾ തിരികെ പോകുമ്പോൾ അവരെ കൂടി മാൻഷനിലേക്ക് കൊണ്ടുപോകണം. നാളെ കഴിഞ്ഞാൽ കിരണിന്റെ വിവാഹമല്ലേ. ശോഭന ടീച്ചറുടെ മുറിയിലേക്ക് നടക്കുമ്പോൾ ശിവനാഥ് മേനോൻ പറഞ്ഞു. നാളെ കഴിഞ്ഞാൽ സ്വന്തം മോന്റെ വിവാഹം. എന്നിട്ടും നിനക്ക് അതിന്റെ വല്ല ടെൻഷനോ മറ്റോ മുഖത്തുണ്ടോ നോക്കിയേ? ഇല്ല. വിവാഹം അതൊക്കെ പണ്ട്. ക്ഷണക്കത്ത് അച്ചടിക്കൽ മുതൽ കല്യാണ മണ്ഡപത്തിൽ പെണ്ണിനെയും ചെക്കനെയും കയറ്റിയിരുത്തുന്നവരെയും ഇരു കൂട്ടരുടെയും കുടുംബക്കാർക്ക് എന്തൊക്കെ പൊല്ലാപ്പ. ഇപ്പൊ അങ്ങനെ വല്ലതും വേണോ? എല്ലാ ഈവന്റ് മാനേജ്മെന്റുകാരല്ലേ നോക്കുന്നത്. ചെറുചിരിയോടെ ശ്രീനിവാസൻ പറയുമ്പോൾ മാധവി മുഖം വലിച്ചിറക്കി. അത് നീ പറഞ്ഞ നേരാ ശ്രീനി. പണ്ടത്തെ പോലെ ഒന്നും അല്ലാലോ. ഇപ്പൊ വീട്ടുകാരൊന്നും അറിയണ്ട. ഡ്രീം ലൈഫ് ഈവന്റ് മാനേജ്മെന്റ് എന്നൊരു സ്ഥാപനമുണ്ട്. അവരെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു. എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നു. അറേഞ്ച്മെന്റ്സൊക്കെ കഴിഞ്ഞു. വിവാഹം നമ്മുടെ നാട് കൺവെൻഷൻ സെന്ററിൽ വെച്ച് തന്നെയാണ്. പക്ഷേ വിവാഹശേഷം നമ്മളെല്ലാവരും ആലപ്പുഴയിലേക്ക് പോകും. അവിടെ കാവ്യമോള് താമസിച്ച ഒരു കോൺവെന്റ് ഉണ്ട്. അവിടെയുള്ള അന്തേവാസികളൊത്ത് അടുത്തുള്ള ഒരു റിസോർട്ടിൽ ചെറിയൊരു പാർട്ടി. മറ്റാരും കാണില്ല, നമ്മളും അവിടെയുള്ളവരും മാത്രം. അതിനടുത്ത് ആ കാവ്യമോളുടെ വീട്. നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യാൻ കിരൺ പ്ലാൻ ചെയ്തേക്കുന്നത്. ആ പ്ലാനിങ്ങിൽ നമ്മളാരും ഇല്ല കേട്ടോ, കാവ്യം കിരണും മാത്രം. കാവ്യക്കതറിയില്ല, സർപ്രൈസാ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ തമാശകളെ. ശിവനാഥ് മേനോൻ ചിരിക്കുമ്പോൾ ശ്രീനിവാസൻ അദ്ദേഹത്തിനൊപ്പം ഉറക്കെ ചിരിച്ചു. പക്ഷെ മാധവി മാത്രം മുഖം കൂർപ്പിച്ച് നിന്നു. ഈ റൂം തന്നെയാന്നാ ശ്രീ പറഞ്ഞു. നമുക്ക് അവരോട് വർത്താനം പറഞ്ഞിരിക്കാം. ഈ പറഞ്ഞ ടീച്ചർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മുടെ സ്ഥാപനത്തിലാണ് കാവ്യയും നീലാംബരിയും ജോലി ചെയ്യുന്നതെന്നോ അവിടുത്തെ ഓണർമാരാണ് പിള്ളേരെ വിവാഹം കഴിക്കുന്നോ ഒന്നും അറിയില്ല. കിരണിനെ ഒരിക്കലോ മറ്റോ കണ്ടിട്ടുണ്ട്. പക്ഷെ കിരണും ശ്രീയും തമ്മിലുള്ള ബന്ധമൊന്നും അവർക്കറിയില്ല. എന്നോട് അന്ന് അവതരിപ്പിക്കാൻ പറഞ്ഞേൽപ്പിച്ചു ശ്രീ. നീലാംബരി മോളുടെ കാര്യം കേട്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു ഈ ടീച്ചർ തന്നെയാവുന്ന ശ്രീ പറഞ്ഞു. നീലമോൾക്ക് സ്വന്തം അമ്മയെ പോലെ ആ ടീച്ചർ. ഡോറ് നോക്ക് ചെയ്ത ശേഷം മൂവരും പുറത്ത് ഏറെ നേരം കാത്തു നിന്നു. ഈ സമയം പുറത്തുപോയ ശോഭന ടീച്ചർ തിരികെ നടന്ന മുറിയിലേക്ക് വരികയായിരുന്നു. മുറിയിലേക്ക് തിരിയുന്ന കോറിഡോറിനടുത്ത് എത്തിയതും കണ്ടു. 2 പുരുഷന്മാരും സ്ത്രീയും തന്റെ മുറിക്ക് പുറത്തുനിന്നുകൊണ്ട് ഡോറിൽ മുട്ടുന്നു. കാഴ്ച മങ്ങിയ കണ്ണുകളൊന്ന് ചുളുക്കി ശോഭന ടീച്ചർ ഒന്നുകൂടി നോക്കിയ നിമിഷം അവരുടെ ശരീരം വിറക്കാൻ തുടങ്ങി.
കാലും കൈയുമൊക്കെ തളരുന്ന പോലെ, തൊണ്ട വരളുന്ന പോലെ ഭയം അവരുടെ നെഞ്ചിരിപ്പിനെ അവരെ സ്വന്തം വരുതിയിലാക്കിയെന്ന് അവർക്ക് തോന്നിപ്പോയി. ശിവൻ, ശിവൻ. ആ പേര് തൊണ്ടക്കുഴിയിൽ കിടന്ന് പുറത്തു വരാതെ മുറുകുന്ന പോലെ ടീച്ചർക്ക് തോന്നിയ നിമിഷം അവർ വേച്ച് പുറകിലേക്ക് നടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.